പാലക്കാട് മെഡിക്കൽ കോളേജ് പൂർണ്ണസജ്ജമാവാൻ ഇനിയും കാത്തിരിക്കണം. നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി കെട്ടിടം കൈമാറി ഫയർ NOC ലഭിച്ചെങ്കിൽ മാത്രമേ മെഡിക്കൽ കോളേജ് പൂർണ്ണസജ്ജമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് മെഡിക്കൽ കോളേജ് ഡയറക്ടർ. താലൂക്ക് വികസന സമിതിക്ക് ലഭ്യമാക്കിയ റിപ്പോർട്ടിലാണ് ഈ വിവരം. 2016 പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കി മെഡിക്കൽ കോളേജ് പട്ടികജാതി വകുപ്പിനെ ഇതുവരെ കൈമാറിയിട്ടില്ല. കഴിഞ്ഞ 10.5 കൊല്ലത്തിനിടയ്ക്ക് മെഡിക്കൽ കോളേജിനായി 1000 കോടിയിലേറെ രൂപ ചെലവാക്കിയിട്ടുണ്ട്. എന്നിട്ടും കെട്ടിട നിർമ്മാണം പൂർത്തിയായിട്ടില്ല. മാത്രമല്ല ഫയർ NOCയും ഇതുവരെ ലഭിച്ചിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ സ്വകാര്യ കരാറുകാരനാണ് നിർമ്മാണ ചുമതല. നിലവിൽ 11 വിഭാഗങ്ങളിലായി OPകൾ പ്രവർത്തിച്ചു വരുന്നുണ്ടെങ്കിലും ആധുനിക ചികിത്സാ ഉപകരണങ്ങളില്ലാത്തത് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വെല്ലുവിളിയാണ്. ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, എമർജൻസി മെഡിസിൻ ഇവയൊന്നും മെഡിക്കൽ കോളേജിൽ ഇല്ല. കിടത്തി ചികിത്സ ഉള്ളതാവട്ടെ 7 വിഭാഗങ്ങളിൽ മാത്രമാണ്. പാലക്കാട് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ്റിനുള്ള താൽപ്പര്യക്കുറവാണ് ഈ കെട്ടിട നിർമ്മാണം അനന്തമായി നീണ്ടുപോകുന്നതിൻ്റെ കാരണം. ഇതിലൂടെ പാലക്കാട്ടുകാർക്ക് അവരുടെ ജില്ലയിൽ ചിലവ് കുറഞ്ഞ് മികച്ച ചികിത്സ ലഭിക്കുക എന്ന അവകാശമാണ് നിഷേധിക്കപ്പെടുന്നത്. ഇതിന് മറുപടി പറയേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 2 മന്ത്രിമാരുമാണ്. അവർ കൃത്യമായി അവരുടെ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് ഏതോ കാലഘട്ടത്തിൽ തന്നെ ഇത് പൂർത്തിയായി പൂർണ്ണ സജ്ജമായി പാലക്കാട്ടുകാർക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്ന് വെറും കെട്ടിടമായി നിൽക്കുന്ന ഈ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ഉൽപ്പാദന കേന്ദ്രം മാത്രമായി അവശേഷിച്ചിരിക്കുകയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ കെട്ടിടമൊക്കെ കാണാമെങ്കിലും ജില്ലാ ആശുപത്രിയിലെത്തുന്ന അത്ര രോഗികൾ പോലും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്തതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നില്ല. മാത്രമല്ല ജില്ലയിലെ സാധാരണക്കാരായ ജനങ്ങൾ എന്തിനും ഏതിനും തൃശ്ശൂരിനെയും കോയമ്പത്തൂരിനെയും ആശ്രയിക്കേണ്ട സ്ഥിതിയിലാണ് ഇപ്പോഴും. ജനം, പാലക്കാട്.